സിദ്ധാർത്ഥനിൽ അവസാന ശ്വാസമുണ്ടെങ്കിൽ ആ സമയത്ത് അഴിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നത് ഓക്കെ, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല അഡ്വക്കേറ്റ് അസ്ക. ഡീനിന്റെ നേതൃത്വത്തിൽ ഈ കൊന്നവരുടെ സാന്നിധ്യത്തിൽ മൃതദേഹം അഴിച്ചു മാറ്റി പോലീസ് എത്തുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അതിന് പിന്നിൽ എന്തോ ഉണ്ട്. അവിടെ ആദ്യ തെളിവ് നശിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്ക് 3 പേർക്കും ഇത് സംബന്ധിച്ച് നേരിട്ടറിവില്ല. അവിടെയുള്ളവർ പറഞ്ഞുള്ള അറിവുണ്ടല്ലോ. ശരി, അത് തെളിവായി ഇപ്പൊ കോടതിയുടെ മുമ്പാകെ ഉണ്ടെന്നേ. അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പാകെ ഇത് സംബന്ധിച്ച് രേഖകളും മൊഴികളും അന്വേഷണ സംഘം എത്തിച്ചിട്ടുണ്ട്. അത് തെളിവായി കോടതി മുമ്പാകെ ഉണ്ട്. എന്റെ രണ്ടാമത്തെ ചോദ്യം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നിരന്തരമായി ആവശ്യപ്പെടുന്നു. അതായത് സിദ്ധാർത്ഥനെ നേരിട്ട് ഫോണിൽ കിട്ടാത്തതുകൊണ്ട് അവിടെ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അക്ഷയ് എന്ന് പറയുന്ന സിദ്ധാർത്ഥിൻ്റെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥി. ആ അക്ഷയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അക്ഷയ് ആ സംഭവ സ്ഥലത്തുണ്ട്. ഈ 3 ദിവസം മൃതപ്രായനായി കിടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ്റെ അമ്മ കോണ്ടാക്ട് ചെയ്യുന്നതും ഒക്കെ അക്ഷയെയാണ്. അക്ഷയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. എല്ലാം നേരിട്ട് കണ്ട് അതിൻ്റെ സാക്ഷി എന്ന് പറയുന്ന പ്രധാന സാക്ഷി ഈ അക്ഷയാണ്. സാക്ഷി മാത്രമല്ല, ഒരുപക്ഷെ ഇതിന് കൂട്ടുനിന്നതും അക്ഷയാണ്. ഇനി അക്ഷയ്ക്ക് പറയാം, ഞാൻ നിസ്സഹായനായി പോയി, എനിക്ക് മറ്റുള്ളവർ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറയാം. പക്ഷേ അത് ഇതുവരെ മാതാപിതാക്കളെ അറിയിച്ചില്ല. അക്ഷയ് ഫോൺ എടുക്കുന്നില്ല, അക്ഷയ് സംസാരിക്കുന്നില്ല. ഈ അക്ഷയ് ഇടുക്കിയിലെ ഒരു CPM പ്രാദേശിക നേതാവിൻ്റെ മകനാണ്. അക്ഷയ് ഇതുവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല. നിരന്തരം ആവശ്യപ്പെട്ടു. മാത്രമല്ല ഈ ഡീൻ എന്ന് പറയുന്ന അതായത് മന്ത്രി സാക്ഷ്യപ്പെടുത്തിയതാണല്ലോ, ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയാണ് ഡീൻ. അദ്ദേഹത്തെ അവിശ്വസിക്കരുതെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ചിഞ്ചുറാണി. മാത്രമല്ല അസിസ്റ്റന്റ് വാർഡൻ. ഇവരെ ഒന്നും എന്താ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാത്തത്? എന്താ ഇത്ര കാലതാമസം? ഒരു നിമിഷം നമ്മുടെ ഒരു വലിയ പ്രശ്നം അല്ല. ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഞാൻ അക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഒന്ന്, ഇപ്പോ ഈ ഒരു ക്രൈം നടന്നു, അത് ഇപ്പോ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സ്നേഹിതരോ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ പോലും, കൊലപാതകം ചെയ്യപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയാൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഇപ്പൊ അക്ഷയെ പിടിച്ചില്ല, പിതാവിന് അതിനെ സംബന്ധിച്ച് പരാതി പറയുന്നുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു, അതൊരു തെളിവ് തന്നെയാണ്. അദ്ദേഹം വിളിച്ചപ്പോ വിവരങ്ങൾ നൽകിയത് അക്ഷയാണ്. അക്ഷയ് ഈ കേസിൽ സാക്ഷിയോ അല്ലെങ്കിൽ മാപ്പു സാക്ഷിയോ അല്ലെങ്കിൽ പ്രതിയോ ആയിക്കോട്ടെ, അത് സംബന്ധിച്ച് ഇപ്പോ നേരറിയാൻ ഒടുവിൽ ഇപ്പോ CBI എത്തിയിട്ടുണ്ടല്ലോ. CBIയുടെ മുന്നിൽ ഇതിന്റെ തെളിവുകളും എത്തിയിട്ടുണ്ടല്ലോ. ഈ ഫയലുകൾ മുഴുവൻ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ മാർച്ച് 16-ന്. അപ്പൊ സ്വാഭാവികമായും ഈ ഫയലുകൾ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോ CBIയുടെ ഉത്തരവാദിത്തമാണല്ലോ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുകയും. തെളിവുകൾ നശിപ്പിച്ച ഫയലുകളല്ലേ CBIക്ക് കൊടുക്കുന്നത്? എങ്ങനെ തെളിവ് നശിപ്പിക്കുന്ന? പിന്നെ കേരള പോലീസിനെ നമുക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങളുടെ PVയുടെ അടിമകളായി പ്രവർത്തിക്കുന്ന, മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരൊക്കെ SFIയുടെ സമന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ്. മാത്രമല്ല നേതാക്കന്മാരുടെ CPM നേതാക്കന്മാരുടെ മക്കളാണ്. അപ്പോൾ ആത്യന്തികമായി ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. അതുകൊണ്ടാണ് ഈ കാലതാമസം. അൽനമ്പ്യാർ, നിങ്ങൾ ഇങ്ങനെ തെളിവ് നശിപ്പിച്ചു എന്ന് ഒരു പാവം പിതാവിനെ ഇരുത്തി അദ്ദേഹത്തെ മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാനാകുമെങ്കിൽ അത് നിങ്ങൾ മനുഷ്യത്വമുള്ള ഒരാളാണല്ലോ. മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളിൽ. നിങ്ങൾ അങ്ങനെ സംസാരിക്കൂ. ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ വഴിതെറ്റിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അദ്ദേഹത്തെ ഈ വിഷയം അഡ്വക്കേറ്റ് അസ്ക താങ്കൾ അദ്ദേഹത്തോട് ചോദിക്കൂ. ഈ വിഷയം പൊതുസമൂഹത്തെ ആദ്യമായി അറിയിക്കുന്നത്, അതായത് ഫെബ്രുവരി 18-ന് നടന്ന ഈ സംഭവം ഫെബ്രുവരി 22-ാം തീയതി പുറം ലോകത്ത് അറിയിച്ച ഞങ്ങളാണ്. ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിനും നീതി കിട്ടുന്നത് വരെ ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇനി നിങ്ങൾ എന്ത് ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ആ അമ്മയുടെ വേദന ഞാൻ കണ്ടതാണ്, ശ്രീ ജയപ്രകാശിൻ്റെ വേദന ഞാൻ കണ്ടതാണ്, അമ്മാവൻ ഷിബുവിൻ്റെ വേദന ഉള്ളുരുകുന്നത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാകുന്നവരെ പോരാടും. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എന്ത്
അധിക്ഷേപിച്ചു കഴിഞ്ഞാലും ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും.